കേരളത്തിലെ ഭരണകൂടത്തിന്റെയും കേരളത്തിലെ ഭരണ പാർട്ടിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാടിന്റെ ഭാവിക്ക് ഉപകരിക്കപ്പെടുന്നതല്ല. വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ അധികാരത്തിൽ വരണം, മൂന്നാമതും എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഇടുങ്ങിയ മനസ്ഥിതിയിൽ നിന്ന് ഈ നാടിനെ തകർക്കുന്ന നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതനുവദിച്ചു കൊടുത്താൽ നമ്മുടെ ഭാവി തലമുറ നമ്മളെ വിചാരണ ചെയ്യും. ഈ നാടിന്റെ മതനിരപേക്ഷ അടിത്തറ തകരും. ഈ നാടിന്റെ ഐക്യവും കൂട്ടായ്മയും ഇല്ലാതാകും. അത് സംഭവിക്കാതിരിക്കാൻ വളരെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സർക്കാരിനോട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ദീർഘകാലമായി ഈ ജില്ലയിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. പലപ്പോഴും ആ വികസന പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങളെ കേരളം ആകെ ശ്രദ്ധിക്കുന്നത് SSLC പരീക്ഷയുടെ ഫലം പുറത്തു വന്നതിന് ശേഷം +1 അഡ്മിഷൻ കിട്ടാത്ത വലിയ ഒരു എണ്ണം കുട്ടികൾ കേരളത്തിന്റെ മുമ്പിൽ ഒരു പൊതു ചോദ്യചിഹ്നമായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ് മലപ്പുറം ജില്ലയുടെ വികസന പിന്നാക്കാവസ്ഥ കേരളം ചർച്ച ചെയ്യുന്നത്. അതല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം മലപ്പുറത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ച അങ്ങേയറ്റം പ്രതിലോമകരമാണ്. ഈ ജില്ലയെ ഭീകര മുദ്ര പതിപ്പിച്ചും വർഗീയ നിറങ്ങൾ ചാർത്തിയും സംഘടിതമായി നടക്കുന്ന മറ്റു പ്രചാരണങ്ങളാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലപ്പോഴും ഉയർന്നു വരുന്നത്. എന്നാൽ മലപ്പുറം ജില്ലയെ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ മറ്റൊരു ജില്ലക്കുമില്ലാത്ത അനവധിയായ പരാധീനതകൾ നിലനിൽക്കുന്ന, എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയായി മലപ്പുറത്തെ നമുക്ക് കാണാൻ കഴിയും. തൊള്ളായിരത്തി ഒന്നാം സർക്കാർ മുതൽ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വരെയുള്ള നിരവധി ഗവൺമെന്റുകൾ ഈ കാലയളവിൽ ഭരണം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ സർക്കാരുകൾ കേരളത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായ വികസനവും പ്രത്യേകമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുമുണ്ട്. നമ്മളൊന്ന് എടുത്തു നോക്കണം. ആ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. യാദൃച്ഛികമായി അങ്ങനെ സംഭവിക്കില്ല. കാരണം ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന 3.5 കോടിയിൽ അധികം വരുന്ന ജനങ്ങൾ, 350 ലക്ഷം ജനങ്ങൾ എടുത്താൽ അതിൽ ഏതാണ്ട് 45 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ല സ്വാഭാവികമായി ഒഴിവാക്കപ്പെടുകയില്ല. അപ്പോൾ എന്തോ ഒരു ബോധപൂർവമായ തീരുമാനം ഈ ഒഴിവാക്കപ്പെടലിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒരു പിന്നാക്കാവസ്ഥ എന്ന നിലക്ക് മലപ്പുറത്തിന്റെ വികസന പ്രശ്നത്തെ നോക്കിക്കാണാൻ പാടില്ല. നമ്മുടെ ഭരണകൂടങ്ങൾ വളരെ വ്യക്തതയോടുകൂടി സ്വീകരിച്ച പക്ഷപാത നിലപാട്, വിവേചന നിലപാട്, അതൊന്നുകൊണ്ട് മാത്രമാണ്
65 വർഷങ്ങളോളം നീളുന്ന കേരളത്തിന്റെ വികസന യാത്രയിൽ മലപ്പുറം ജില്ല ഇടം പിടിക്കാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഫ്രറ്റേണിറ്റി നടത്തുന്ന ഈ പ്രക്ഷോഭ യാത്രയ്ക്ക് ആ നിലക്ക് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ജാഥ തലക്കെട്ടായി സ്വീകരിച്ചത് നിവർത്തന പ്രക്ഷോഭം എന്നാണ്. നമുക്കറിയാം, കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടത്തിൽ ഇടം പിടിച്ച ഒരു പ്രയോഗമാണ് നിവർത്തന പ്രക്ഷോഭം. ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ രാജാവായിരിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന 3 സമുദായങ്ങൾ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ഈഴവർ, ഈ 3 വിഭാഗങ്ങൾക്ക് തിരുവിതാംകൂറിലെ ഭരണ നിർവഹണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നില്ല, കാര്യമായ പങ്കാളിത്തമുണ്ടായിരുന്നില്ല. ശ്രീമൂലം പ്രജാസഭയിലോ തിരുവിതാംകൂർ അസംബ്ലിയിലോ ഇത്തരം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ടവണ്ണം ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമനിഷേധ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, ബ്രിട്ടീഷ് രാജിനെതിരായി. അതൊരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗമാണ്. അതേസമയം നമ്മുടെ നാട്ടിലെ നാട്ടുരാജാക്കന്മാർ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തുല്യതയോടുകൂടി പരിഗണിക്കാൻ വിമുഖത കാണിക്കുകയും സവർണ പക്ഷപാതപരമായ ഭരണ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ആ പ്രക്ഷോഭം ഉന്നയിച്ച അവകാശങ്ങൾ അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ റിസർവേഷൻ വേണം. സർക്കാർ സർവീസിൽ, വിദ്യാഭ്യാസ അവസരങ്ങളിൽ റിസർവേഷൻ വേണം. ഈ റിസർവേഷൻ സമ്പ്രദായത്തെ പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഏറ്റവും സുപ്രധാനമായ റിസൾട്ടാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണത് നിലവിൽ വന്നത്. ആ രാഷ്ട്രീയ ശക്തി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും നേടി. 3 ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിന്ന്, അവഗണിക്കപ്പെടുന്ന 3 ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറാൻ അവർക്ക് സാധിച്ചു. പക്ഷേ കേരളത്തിലെ സവർണ മേലാളന്മാർ അവർ അടങ്ങിയിരുന്നില്ല. അവർ ഭിന്നിപ്പുണ്ടാക്കി. പട്ടംതാണുപിള്ളയുടെ നേതൃത്വത്തിൽ ഈ കക്ഷിയെ പിളർത്തി. അന്നത്തെ ഗവൺമെന്റ് രൂപീകരണത്തിനുള്ള ശ്രമങ്ങളിൽ നിന്ന് തന്നെ അതിനെ തകർത്ത ഒരു വഞ്ചനയുടെ ചരിത്രം കൂടി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ബാക്കി പത്രമായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഫ്രറ്റേണിറ്റി വീണ്ടും ഒരു നിവർത്തന പ്രക്ഷോഭ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ നമ്മുടെ സമൂഹത്തെ, കേരളത്തെ നിർണയിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു ചരിത്ര സമരത്തെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ അന്നു നിലനിന്നതിനേക്കാൾ ഭീകരമായ വിവേചനമാണ് മലപ്പുറവും മലബാറും അഭിമുഖീകരിക്കുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വിവേചനത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ട സമരമുദ്രാവാക്യമാണ് നിവർത്തന പ്രക്ഷോഭം. ആ നിവർത്തന പ്രക്ഷോഭം ചെറുതല്ലാത്ത ഫലം നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മലപ്പുറത്തെ ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ ഈ ജില്ലയുടെ 4 ഭാഗങ്ങളിലും നടന്നു തീർത്ത് ഈ ജില്ലയിലെ ജനങ്ങളുമായി സംവദിച്ച് മലബാറിന്റെ വികസന പിന്നാക്കാവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച 2ാം നിവർത്തന പ്രക്ഷോഭം മലബാറിന്റെ ചരിത്രത്തെ ഒരു പുതിയ വിപ്ലവത്തിന് കാരണമാകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ചിലപ്പോൾ സമരം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സമരം ആരംഭിക്കേണ്ടത് സമരാവശ്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ്. ഞങ്ങൾ വിവേചനം അനുഭവിക്കുന്നു, ഞങ്ങൾ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നു,
ഞങ്ങൾ ക്രൂരമായ പക്ഷപാതിത്വത്തിന് വിധേയരാകുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ടൊരു സമരം ആരംഭിക്കുന്നത് സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ നിന്നല്ല. ഒരു സമരം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിൽ നിന്നല്ല. സമരം ആരംഭിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ഞാൻ ഈ സമരത്തിന്റെ മറ്റൊരു മാതൃകയായി കാണുന്നത്, ഈ സമരം ഒരു സർക്കാർ ഓഫീസിന്റെ പടിക്കൽ തുടങ്ങി ഒടുങ്ങുന്നതല്ല. മലപ്പുറത്തെ 45 ലക്ഷം വരുന്ന ജനങ്ങളോട് അവരുടെ മനസ്സിനോട് സംവദിക്കുന്ന ഒരു സമര രീതിയാണ് ഈ സമരം സ്വീകരിച്ചത് എന്നതും മറ്റൊരു ചരിത്രപരമായി ഇടം നേടുന്ന കാര്യമാണ്. അത് ഇവിടെ നിന്ന് ഇനി നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നമുക്കിനി അങ്ങോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്, ധാരാളമായി സഞ്ചരിക്കേണ്ടതുണ്ട്. 7 സമര മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥ ഉന്നയിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ചെറിയ അളവിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബാസിത്ത് വിശദീകരിച്ചു. ജാഥ ക്യാപ്റ്റനും അതിനെക്കുറിച്ച് ദീർഘമായി നിങ്ങളോട് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 7 കാര്യങ്ങളെ മാത്രം ഞാനൊന്ന് പരാമർശിക്കുന്നു. ഒന്ന്, മലപ്പുറത്ത് ഒരു സ്വന്തമായ ഒരു യൂണിവേഴ്സിറ്റി വേണം. മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷെ അതിന്റെ പേര് കോഴിക്കോട് സർവകലാശാല എന്നാണ്. ഈ മലപ്പുറത്തുകാരോട് അന്നേ ഉള്ള കലിപ്പാൻ. യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മലപ്പുറത്ത്, ഇട്ടപ്പോൾ പേര് കോഴിക്കോട് സർവകലാശാല. രണ്ടാമതൊരു സാധനം കൊണ്ടുവന്നു. എന്താണത്? എയർപോർട്ട്. എവിടെയത്? കരിപ്പൂരിൽ. എന്താ എയർപോർട്ടിന്റെ പേര്? കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. നമുക്ക് കോഴിക്കോടിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്, രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ അതൊരു നീതിയല്ലല്ലോ. ഒരു ജില്ലയിൽ മലപ്പുറം എന്ന് പറയുന്നത് പഴയ മദ്രാസ് റീജൻസിയുടെ ഭാഗമായി 1880-കളിൽ തന്നെ മലപ്പുറം എന്ന പേരുണ്ട്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആദ്യത്തെ പേരെന്താ? മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്നാ. അപ്പോ ഈ യൂണിവേഴ്സിറ്റിയും വിമാനത്താവളവും ഉണ്ടാക്കാൻ വന്ന വിദ്വാൻമാർക്ക് അറിയാത്തതല്ലോ. മലപ്പുറത്താണ് ഇത് സ്ഥാപിക്കുന്നത്. പക്ഷേ പരിഗണിക്കേണ്ടതില്ല, അടയാളപ്പെടുത്താൻ പാടില്ല. മലബാർ റീജൻസിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാർ പകവീട്ടി. എന്തുകൊണ്ടാ മലബാർ ചരിത്രപരമായി പിന്നാക്കം പോയത്, മലപ്പുറം പിന്നാക്കം പോയത്? ചെറിയൊരു സൂചന ബാസിത്ത് ഇവിടെ പറഞ്ഞു. ഇവിടെ ഒരു തീഷ്ണമായ സ്വാതന്ത്ര്യ സമരം നടത്തി. ബ്രിട്ടീഷുകാർ അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മലബാർ. തിരുവിതാംകൂറും കൊച്ചിയും രാജഭരണത്തിലായിരുന്നു. നാട്ടുരാജാക്കന്മാർ ബ്രിട്ടന് കപ്പം കൊടുത്ത് അവർ തന്നെ ഭരിക്കുകയായിരുന്നു, കൊച്ചിയിലും തിരുവിതാംകൂറിലും. പക്ഷെ മലബാറിൽ ബ്രിട്ടന്റെ നേരിട്ടുള്ള ഭരണമായിരുന്നു. അവർ ഗവർണറെ വെച്ച് മലബാറിൽ ഭരണം നടത്തുന്നു. ആ ഭരണത്തിനെതിരെ മലബാറിൽ അതിശക്തമായ സ്വാതന്ത്ര്യ സമരം നടന്നു. ആ സ്വാതന്ത്ര്യ സമരം അത് ബ്രിട്ടീഷുകാർക്ക് ചില്ലറ പ്രയാസമല്ല ഉണ്ടാക്കിയത്. കീഴടങ്ങാത്ത ഒരു സമര പോരാട്ടം. വാര്യംകുന്നനെ പോലെ, ആലി മുസ്ലിയാരെ പോലെ, വെളിയങ്കോട് ഉമർഖാലിയെ പോലെ, മമ്പുറം സയ്യിദ് അലവി തങ്ങളെ പോലെ, അദ്ദേഹത്തിന്റെ മകൻ ഫസൽ പൂക്കോയ തങ്ങളെ പോലെ മലബാറിന്റെ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരികൾ അവർ കീഴടങ്ങിയില്ല. അവർ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. കപ്പം നൽകി ഞങ്ങൾ ഭരിച്ചുകൊള്ളാമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ ഭൂമിയിൽ കപ്പം പിരിക്കാൻ നീ ആരടാ എന്ന വെളിയങ്കോട്ട ഉമർഖാലി ബ്രിട്ടീഷുകാരോട് ചോദിച്ചത്. അല്ലാതെ കപ്പം തന്ന് ഞങ്ങൾ വിരിക്കാമെന്നല്ല. അതുകൊണ്ട് ബ്രിട്ടൻ അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി, ഗവർണർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ പ്രദേശത്തെ കൈകാര്യം ചെയ്യണം. അതിനുവേണ്ടി അന്ന് മലബാറിൽ ഒരു സവർണ സേന ഉണ്ടായിരുന്നു. ആ സവർണ സേനയാണ് മലപ്പുറം സ്പെഷ്യൽ പോലീസും മലബാർ സ്പെഷ്യൽ പോലീസുമായി മാറിയത്. അന്ന് ഇവിടുത്തെ മാപ്പിളമാരെ അമർച്ച ചെയ്യാൻ ഉണ്ടാക്കിയ സവർണ സേനക്ക് ബ്രിട്ടൻ പേരുമാറ്റം നൽകിയതാണ് MSP. സ്വാതന്ത്ര്യം കിട്ടി കുറെ നാളായിട്ട് തിരിച്ചുവിട്ടിട്ടില്ല. ഈ നാട്ടുകാരോടുള്ള നമ്മുടെ ഭരണകൂടത്തിന്റെ സമീപനം, ബ്രിട്ടൻ ആസാം റൈഫിൾസ് ഉണ്ടാക്കി. അങ്ങ് ആസാമിൽ അവിടെയും വലിയ സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോൾ അമർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. രണ്ടാമത് ഇവിടെ ഉണ്ടാക്കിയത് മലബാറില. സ്വാതന്ത്ര്യം കഴിയുമ്പോൾ ഇത് പിരിച്ചുവിടണ്ടേ?
പിരിച്ചുവിട്ടില്ല. കാരണം എന്താ? ഈ പ്രദേശത്തെ ജനങ്ങളോട് സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ഭരണകൂടത്തിന്റെ മുൻവിധി, വംശീയമായ മുൻവിധി, അതാണ് ഇത്തരം സേനകളെ നിലനിർത്തിയതിന് കാരണം. ഞാൻ പറഞ്ഞത് ഈ പേരുകളും നാളുകളും എല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പ്രദേശത്തെ പരിഗണിക്കാൻ പാടില്ല. ബ്രിട്ടന്റെ വിരോധം സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ എന്താ സ്വാതന്ത്ര്യാനന്തര കേരളത്തിന്റെ കാരണം? എന്താ? എന്ത് സമീപനമാണ് ഈ വികസന വിരോധത്തിന്റെ കാരണം? ഇതാ നമ്മൾ അന്വേഷിക്കേണ്ടത്. ബ്രിട്ടീഷുകാരെ നമുക്ക് മനസ്സിലാവും. കാരണം അവരിവിടെ സ്വസ്ഥമായി രാജ്യം ഭരിക്കാമെന്ന ആളുകൾക്ക് ഇരിക്കപ്പെടുകയില്ല. നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് സമരം, കീഴടങ്ങുന്നില്ല, കൊന്നിട്ടും തീരുന്നില്ല. വാഗൻ ട്രാജഡിയിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ടും കീഴടങ്ങുന്നില്ല. അത് ബ്രിട്ടന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പകവീട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം കേരളപ്പിറവിക്ക് ശേഷം എന്താണ് മലപ്പുറത്തിനോട്, മലബാറിനോട് ഈ വികസന വിരോധത്തിന്റെ കാരണം? നമ്മുടെ ഭരണകൂടങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിന് സ്വന്തമായ ജാതിയും മതവും ഇല്ലെന്ന. അത് രേഖ, അത് ഭരണഘടന. പക്ഷേ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ജാതിയും മതവുമുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങളിൽ വന്നിരിക്കുന്നവർക്ക്, അതിനെ നയിക്കുന്നവർക്ക് ജാതിയും മതവുമുണ്ട്. പ്രാദേശികമായ അവഗണനയുണ്ട്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. മലബാറിൽ താമസിക്കുന്ന ഇപ്പോ നമ്മുടെ CPM സെക്രട്ടറി ഉണ്ടല്ലോ, ഗോവിന്ദൻ മാഷ്. വയനാട്ടില് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണം മുസ്ലിങ്ങൾ ഘനീഭവിച്ചത് കൊണ്ടാണ്. കെമിസ്ട്രിയൊക്കെ നല്ലതുപോലെ പഠിക്കണം ഫാറൂഖ്. മുസ്ലിങ്ങൾ ഘനീഭവിച്ചു. എവിടെ? വയനാട്ടിൽ. അപ്പോ അങ്ങനെ ഘനീഭവിച്ചതിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധിക്ക് 4,10,000 വോട്ട് കിട്ടി. ഇത് ലാബിലൊക്കെ കൊടുത്ത് പരിശോധിക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ ഘനീഭവിച്ചു വന്നാൽ 4,10,000 എന്നൊക്കെ പറയുന്ന കണക്ക് പച്ച വർഗീയതയാണ് ഇത് പറയുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറിയാണ്. പച്ച വർഗീയത. മുസ്ലിങ്ങളുടെ വോട്ടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിദ്ധാന്തമാണ് കഴിഞ്ഞ 65 കൊല്ലമായി കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞല്ലോ മലപ്പുറത്തെ കുറിച്ച്. മലപ്പുറത്ത് വിദേശ പണം വരുന്നു. ആ കള്ളപ്പണം ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സ്വർണം ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി ചെയ്യുന്ന സ്വർണം ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു. ഇതെല്ലാം ഒരു പ്രദേശത്തെ കുറിച്ച് ഭരണാധികാരികൾക്കും ഭരണ പാർട്ടികളുടെ നേതാക്കന്മാർക്കും പറയാൻ കഴിയുമ്പോൾ അതിന്റെ എല്ലാം ഉള്ളിൽ വർത്തിക്കുന്ന ഒരു വംശീയതയുണ്ട്, ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്, ഒരു മലബാർ വിരുദ്ധതയുണ്ട്. അതിൽ നിന്നാണ് മലപ്പുറത്തിന്റെ ഈ പിന്നാക്കാവസ്ഥയുടെ കാരണം എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഇത് വളരെ ബോധപൂർവമായി സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മലബാറിലെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. 2-3 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, മലപ്പുറത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കളമശ്ശേരിയിലെ സഹകരണ സ്വഭാവത്തിൽ തുടങ്ങിയ മെഡിക്കൽ കോളേജ്, തൃശൂരിലെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പരിയാരത്തെ സഹകരണ മെഡിക്കൽ കോളേജ്. ഇത് കൂടാതെ കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജ്, ESI തുടങ്ങിയ തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തു. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു. പിന്നീട് വരുന്നത് പാലക്കാട് ജില്ലയിലാണ്.
പാലക്കാട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു. കാസർഗോഡാണ് പിന്നെ മെഡിക്കൽ കോളേജ് പോട്ടത്. കാസർഗോഡ് തീരുമാനിച്ചു, മലപ്പുറത്തും തീരുമാനിച്ചു. നിങ്ങൾ ഈ മെഡിക്കൽ കോളേജ് തീരുമാനിച്ച് ഓരോ പ്രദേശത്തും പോയി നോക്കൂ. ഒന്ന്, എന്റെ വീടിന് വളരെ അടുത്താണ് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷേ രോഗികളില്ല, ഡോക്ടർമാരില്ല, അവിടെ ആരും ചികിത്സിക്കാൻ ഇപ്പൊ പോകാറില്ല. പനി, തലവേദന, ജലദോഷം, കഫക്കെട്ട്, മൂക്കടപ്പ് തുടങ്ങിയ രോഗങ്ങൾക്കാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആളുകൾ പോവുക. കാര്യം അതിന് 45 കിലോമീറ്റർ അപ്പുറത്ത് വളരെ സർവസജ്ജമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റി ബ്ലോക്കോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഡോക്ടർമാരും ഏതു നേരവും അവിടെയുണ്ട്. തിരുവനന്തപുരത്തായതുകൊണ്ട് ഇടക്കിടക്ക് മന്ത്രിമാരുടെ തലച്ചുറ്റൽ വരുന്നത് കൊണ്ട് ചികിത്സിക്കാൻ സൗകര്യം വേണമെന്നുള്ളത് കൊണ്ട് നല്ല ക്വാളിറ്റിയിലൂടെ നിലനിർത്തിയിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ നേർക്കുനേരെയുള്ള കാഴ്ചയിലായതുകൊണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മികച്ച അത്യാഹിത വിഭാഗത്തോടുകൂടി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജുണ്ട്. പാരിപ്പള്ളിയിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ വെറുതെ കിടന്ന് നശിക്കുകയാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, രോഗികളില്ല. കോന്നിയിൽ മെഡിക്കൽ കോളേജിന് ആവശ്യമായ പുതിയ സ്ഥലം വാങ്ങി നല്ല ബിൽഡിങ്ങുകൾ പണിതീർന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സുകൾ അനുവദിച്ച് അവിടെ കുട്ടികൾ പഠനം നടക്കുന്നു. ഒരു വികസന പോരായ്മയുമില്ല. ഇടുക്കിയിലെ പൈനാവിൽ അവിടെയും സ്ഥലം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് വികസനപരമായി പിന്നാക്കാവസ്ഥ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാസർഗോഡ് ചില പ്രശ്നങ്ങളുണ്ട്. പാലക്കാട് ക്യാമ്പസിന്റെ നിർമ്മാണം പൂർത്തിയായി ഏകദേശം നല്ല ബിൽഡിങ്ങോടുകൂടി പാലക്കാട് മെഡിക്കൽ കോളേജ് അതിന്റെ ഒടുവിലേക്ക് എത്തുകയാണ്. മലപ്പുറത്ത് എന്താ സംഭവിച്ചേ? മലപ്പുറത്ത് ക്യാമ്പസ് വാങ്ങി 1 സെന്റ് സ്ഥലം വാങ്ങിയോ സാഹിബ് പുതുതായിട്ട് ഈ ക്യാമ്പസിന്? പകരം എന്താ ചെയ്തേ? മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മങ്ങിത്തുടങ്ങിയ ബോർഡ്, മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ മങ്ങിത്തുടങ്ങിയ ബോർഡ് എടുത്തു മാറ്റി മലപ്പുറം മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നൊരു ഫ്ലക്സ് സ്ഥാപിച്ചു. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ 5 സ്ഥലങ്ങളിൽ പുതുതായി മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ ഒരു തീരുമാനം, ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ്, മേൽനോട്ടത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഒരേ ഉദ്യോഗസ്ഥന്മാർ. അവർക്കെന്താ മലപ്പുറത്തെത്തുമ്പോ ഒരു മാറ്റം? മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആശുപത്രിയാണ്. ശ്വാസം വിടാൻ അവിടെ സൗകര്യമില്ല. ആ സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ്, എന്താ പരിസര പ്രദേശത്തൊന്നും സ്ഥലം കിട്ടില്ലായിരുന്നോ? മലപ്പുറത്തുകാർ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞോ? ഞങ്ങളുടെ സ്ഥലമില്ല എന്ന് പറഞ്ഞോ? ആ ഒരു ശ്രമം പോലും നടത്തിയില്ല. എന്നിട്ട് ഇനി എന്താ? ബാക്കി കാര്യം കൂടി അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ മാറ്റിയ ഫ്ലെക്സ് ബോർഡ് ആരുടെ ചെലവില? അത് സർക്കാരിന്റെ ചെലവിലല്ല. മലപ്പുറത്തുകാര് വളരെ ഉദാരന്മാരാണ്. മലപ്പുറത്തുകാർ ഇവരുടെ ഉദാരത കൊണ്ടുണ്ടായ കുറെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഇപ്പൊ വേറൊന്നും പറയുന്നത്. ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ബോർഡ് ഞങ്ങൾ വെച്ചാണ്. മെഡിക്കൽ കോളേജിൽ 2 വാർഡ് ഞങ്ങളുടെ വക, മുസ്ലിം ലീഗും ആകുന്നത് പോലെ പൈസ പിരിച്ചു ഓരുടെ വക, ഓരുടെ സംഭാവന. അതിനൊന്നും അല്ല പാർട്ടികൾ ഉണ്ടാകേണ്ടത് സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യങ്ങൾ സമയത്ത് വാങ്ങിച്ചെടുക്കാനാണ്, അല്ലാണ്ട് നാട്ടാരുടെ നിന്ന് പിരിവ് നടത്തിയിട്ട് കൊടുക്കാനല്ല. കേരള കോൺഗ്രസ് ഒന്നും അങ്ങനെ ഒരു പിരിവ് അവിടെ നടത്തുന്നില്ല. അവിടെ എല്ലാം സർക്കാരിൽ നിന്ന് കിട്ടുകയാണ്. എന്തിനാണ് ഈ ഒരു വിവേചനം മലപ്പുറത്തോട്? ജനറൽ ആശുപത്രി അങ്ങനെ തന്നെ നിൽക്കണം. ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു നേരത്തെ, നഗരമധ്യത്തിൽ വളരെ കുറഞ്ഞ സ്ഥലത്തായിരുന്നു. വളരെ പ്രയാസങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരുന്നു. ക്യാമ്പസ് കോളേജിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയാണ് ക്യാമ്പസ്. കുട്ടികൾ ക്യാമ്പസിൽ നിന്ന് ആശുപത്രിയിൽ വന്ന് അവരുടെ പഠനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തിരിച്ച് ക്യാമ്പസിലേക്ക് പോകണം. ക്യാമ്പസ് ഒരു സ്ഥലത്തും ആശുപത്രി മറ്റൊരു സ്ഥലത്തും. അത് ഗവൺമെന്റ് ഏറ്റെടുത്തതാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജാണത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ സമരം നടത്തിയപ്പോ സർക്കാർ അവസാനം തീരുമാനമെടുത്തു, ക്യാമ്പസിനടുത്ത് തന്നെ പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ആലപ്പുഴയിൽ വന്ന് നോക്കൂ,
ആലപ്പുഴയിലെ ക്യാമ്പസിന്റെ അടുത്ത് തന്നെ 100-ലധികം ഏക്കർ 150ഓളം ഏക്കർ സർക്കാർ ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജ് നഗരത്തിൽ നിന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ ക്യാമ്പസും മെഡിക്കൽ കോളേജും മനോഹരമായ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി നിൽക്കുന്നു. പഴയ മെഡിക്കൽ കോളേജ് എന്ത് ചെയ്തു? പഴയ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയായി കൺവെർട്ട് ചെയ്തു. 13 കിലോമീറ്റർ ഇപ്പുറത്ത് സർവസജ്ജമായ മെഡിക്കൽ കോളേജ്, ഇപ്പുറത്ത് മനോഹരമായ ജനറൽ ആശുപത്രി. ഇതെന്താ മലപ്പുറത്തിന് ഈ അവകാശമില്ലേ? മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തിക്കൊണ്ട് മലപ്പുറത്ത് സൗകര്യപ്രദമായ സ്ഥലം ഏറ്റെടുത്ത് ഒരു പുതിയ മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ആരംഭിച്ചില്ല? ഇവിടെയാണ് നമ്മൾ വിവേചനത്തെ അടയാളപ്പെടുത്തേണ്ടത്. ഈ നിലക്കുള്ള മൗലികമായ ചില വിവേചനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആവശ്യത്തെ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം വിവേചനങ്ങളുടെ ഒരു തുടക്കം, ഒരു നമ്പറാണ് ഫ്രട്ടേണിറ്റി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അഫിലിയേറ്റ് ചെയ്ത കോളേജുകളുടെ എണ്ണം, സമയാസമയങ്ങളിൽ പരീക്ഷ നടത്താൻ കഴിയാത്ത ജോലിഭാരം, ഇതെല്ലാമായി യൂണിവേഴ്സിറ്റി നിന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിവേചനങ്ങൾക്ക് ഒരു അറുതി വേണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് മലപ്പുറം ജില്ലാ വിഭജനം. 3 ജില്ലക്ക് മാത്രമുള്ള വലിപ്പമുണ്ട് ഇവിടെ. 45 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശരാശരി എല്ലാ ജില്ലകളിലെയും പോപ്പുലേഷൻ 12, 13, 14 ലക്ഷമാണ്. 3 ജില്ലക്കുള്ള ആളുകളുണ്ട് ഇവിടെ. ഈ ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചാൽ അതെങ്ങനെയാണ് ഒരു തീവ്രവാദ ആവശ്യമാകുന്നത്? വെൽഫെയർ പാർട്ടി തുടക്കം മുതൽ മലബാർ കേന്ദ്രീകരിച്ച് പുതിയ റവന്യൂ ജില്ലകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ആവശ്യങ്ങളോട് ഈ സർക്കാരുകൾ തുറന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, തിരുവനന്തപുരം ജില്ല വിഭജിച്ച് 2 ജില്ല ഉണ്ടാക്കണം, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഒരു വലിയ നിവേദനം ഉണ്ടാക്കി. നിവേദനവുമായി അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി കണ്ടു. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഴുവൻ അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ന്യായമായ ആവശ്യമാണ്, അനുഭാവപൂർണമായ സമീപനം സർക്കാർ സ്വീകരിക്കും, വിശദ പഠനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് നിവേദനം ഹാൻഡ് ഓവർ ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിലെ കുറിച്ച് സാധാരണക്കാരായ മനുഷ്യരാണ് കമ്മിറ്റി ഉണ്ടാക്കിപ്പോയത്. മലപ്പുറത്തെ MLA ആയിരുന്ന, നിലമ്പൂരിലെ MLA ആയിരുന്ന മുൻ MLA PV അൻവർ, അദ്ദേഹത്തിന് വെളിപാട് കിട്ടിയതിന് ശേഷം മലപ്പുറം ജില്ല 2 ആക്കണമെന്ന് പറഞ്ഞു. മുപ്പത് നേരത്തെ അപ്പുറത്ത് നിന്നപ്പോ ഒന്നും അതിൽ നിന്ന് അഭിപ്രായക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് തോന്നി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. കൂട്ടത്തിൽ അൻവർ പറഞ്ഞു ജില്ല 2 ആക്കണം. നേരത്തെ പറഞ്ഞ മാഷിയുടെ പ്രസ്താവന അൻവർ വർഗീയ തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു. പത്രക്കാരി ചോദിച്ചു, എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മലപ്പുറം ജില്ല 2 ആക്കണമെന്ന് അൻവർ പറഞ്ഞില്ലേ? തിരുവനന്തപുരം ജില്ല 2 ആക്കണമെന്ന് പറഞ്ഞാൽ ന്യായമായ ജനകീയ ആവശ്യം. മലപ്പുറം ജില്ലയിൽ 2 ജില്ല വേണം, 3 ജില്ല വേണമെന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദത്തിന്റെ, ഖനീഭവിച്ച മുസ്ലിം തീവ്രവാദത്തിന്റെ ഡിമാൻഡ്. ഇത് പറയുന്നത് സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമാണ്. അപ്പൊ എന്താണ് ഈ വിവേചനം? ഒരു കാര്യം തിരുവനന്തപുരത്തിന് ഒരു ഭാഷ, മലപ്പുറത്തെത്തുമ്പോൾ അത് മറ്റൊരു ഭാഷയിലാകുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ജാതിയുണ്ട്, മതമുണ്ട്, പ്രദേശമുണ്ട്, പ്രാദേശികമായ വിവേചനമുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതുപോലെയാണ് ഇവിടെ +1 വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം. ദക്ഷിണ കേരളത്തിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഏത് അപേക്ഷ കൊടുത്താലും കുട്ടികൾക്ക് കിട്ടും. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പോലും അവൻ ഓപ്റ്റ് ചെയ്യുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. അവസാനം കുട്ടികളെ സ്കൂളുകൾ പിടിച്ചുകൊണ്ട് വരികയാണ്. കാര്യം വേക്കന്റ് ആവുന്നു. എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വേക്കന്റ് ആയി കിടന്നാൽ അധ്യാപക തസ്തികകളെ ബാധിക്കുമെന്നതുകൊണ്ട് അധ്യാപകരും മാനേജ്മെന്റും ഇറങ്ങിയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് അഡ്മിഷൻ കൊടുക്കുന്നു. മലപ്പുറത്ത് കുട്ടികൾ സ്കൂളുകളുടെ മുന്നിൽ കാത്തു കിടക്കുന്നു. ഞങ്ങൾ നൽകിയ അപേക്ഷ മുഴുവൻ A+, എവിടെങ്കിലും മതി ഒരു അഡ്മിഷൻ എന്ന് നിലവിളിക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ വകുപ്പ്, മന്ത്രി ശിവൻകുട്ടി, തിരുവനന്തപുരത്തും ശിവൻകുട്ടി, മലപ്പുറത്തും ശിവൻകുട്ടി.
തിരുവനന്തപുരത്ത് ആവശ്യത്തിന് സീറ്റ്, കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ആവശ്യത്തിലധികം സീറ്റ്, മലപ്പുറത്ത് സീറ്റില്ല. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നു തീവ്രവാദികളുടെ സ്വരമാണിത്, തീവ്രവാദികളിൽ നിന്ന് രൂപപ്പെടുന്ന വരുന്ന സ്വരമാണിത്. പ്രിയമുള്ളവരെ, ഈ വിവേചനങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ച് നഗ്നമായ വിവേചനം ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ശിവൻകുട്ടിയുടെ കണക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കണക്ക് കേട്ടു. ശിവൻകുട്ടി മലപ്പുറത്ത് കണക്ക് കൂട്ടിയതിൽ പ്രശ്നമാണ്. ലഭ്യമായ അപേക്ഷയും ബാക്കിയുള്ള സീറ്റും തമ്മിൽ കൂട്ടി നോക്കിയിട്ട് ശിവൻകുട്ടി പറഞ്ഞു 3000 സീറ്റ് അധികമാണ്. അല്ലേ വാസിത്തെ? 2000-3000 സീറ്റ് അധികം എന്നാ ശിവൻകുട്ടി പറഞ്ഞേ. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു കണക്ക് പഠിപ്പിച്ച മാഷിന്റെ കുഴപ്പമാണ്. ശിവൻകുട്ടി അല്ല ശരിക്ക് പറയേണ്ടത്, മാഷിനെയാണ് പറയേണ്ടത്. അവസാനം മൂപ്പിനെ പിടിച്ചിരുത്തി കണക്ക് കൂട്ടിക്കൊടുത്തപ്പോ ശിവൻകുട്ടി പറഞ്ഞു 3000 സീറ്റിന്റെ കുറവുണ്ട്. എന്തൊക്കെ പാടാ നമുക്ക്. വിദ്യാഭ്യാസ മന്ത്രിമാരെ കണക്ക് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമ്മുടെ മണ്ടയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ്. അങ്ങനെ എവിടുന്നൊക്കെയോ നുള്ളിപ്പിറക്കി കുട്ടികളെ കസേരയിലും മേശയിലും അവിടെ ഇവിടെയും ഒക്കെ ഇരുത്തിയിട്ട് ഒരു +1 ബാച്ച് ആരംഭിച്ചു. ഇതൊരു ജില്ലയോട് കാണിക്കുന്ന അവഗണനയാണ്, വിവേചനമാണ്. ഈ പ്രശ്നങ്ങളിലെല്ലാം 2 തരം നീതി നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭരണകൂടങ്ങൾ ബോധപൂർവമായി ഈ സംസ്ഥാനത്ത് വിഭജിച്ചിരിക്കുകയാണ്. വലിയൊരു ജനവിഭാഗം ജനങ്ങൾക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നൽകില്ല എന്ന് പറയുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ 4 എയർപോർട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, 4 അന്തർദേശീയ വിമാനത്താവളങ്ങൾ. ഈ 4 അന്തർദേശീയ വിമാനത്താവളങ്ങളിൽ 3 ഇൻഫ്രാസ്ട്രക്ചർ അധികമാണ്. ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ ധാരാളം. പക്ഷേ കോഴിക്കോട് വിമാനത്താവളത്തിൽ പരിമിതമായ സൗകര്യം. എന്നിട്ട് നമ്മൾ നോക്കൂ, ഹജ്ജിന്റെ എംബാർക്കേഷൻ പ്രഖ്യാപിച്ചു. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവരെക്കാൾ 40,000 രൂപ കൂടുതൽ കോഴിക്കോട്ടിൽ നിന്ന് പോകുന്നവർ നൽകണം. കോഴിക്കോട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ 40,000 രൂപ അധികം നൽകണം. എന്താ ഇതിന്റെ കാരണം? എന്താ ഇതിന്റെ ന്യായം? സർക്കാരുകൾ വിശദീകരിക്കുന്നില്ല. സർക്കാരുകൾക്ക് അത് പറയാൻ ന്യായമില്ല. ആളുകൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് പോകുന്നില്ല, 5000 രൂപ എടുത്ത് വണ്ടി പിടിച്ച് കണ്ണൂരോ കൊച്ചിയിലോ പോയിട്ട് വിമാനം കയറി പോകാം, അനുവദിക്കില്ല. മലപ്പുറത്തുകാർ 40,000 രൂപ അധികം കൊടുത്തിട്ട് ഹജ്ജിന് പോകണം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരേപോലെയാണ് ഈ പ്രദേശത്തെ നോക്കിക്കാണുന്നത് എന്നതിന്റെ തെളിവാണ്. മലപ്പുറത്തു കൂടി പോകുന്ന സവിശേഷമായ റെയിൽവേയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം കേരളത്തിൽ 2 റെയിൽവേ ലൈൻ ഉണ്ടായി. ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വഴി കായംകുളവും. 2 ലൈൻ നിങ്ങൾ പോയി നോക്കൂ. 2 ലൈനും എത്രയോ മുമ്പേ വികസിക്കപ്പെട്ടു, വൈദ്യുതീകരിക്കപ്പെട്ടു. കൂടുതൽ ട്രെയിനുകൾ അവിടെ സർവീസ് നടത്തുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ നിന്ന് കിടക്കുകയാണ്. ഇപ്പോഴാണ് വൈദ്യുതീകരണം കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് പൂർത്തിയായത്. റെയിൽവേ ആവശ്യത്തിന് ട്രെയിനില്ല. ഉണ്ടായിരുന്ന ഒരു വണ്ടി രാജ്യറാണി. എത്രയാ കോച്ച്? 13 കോച്ച്. നേരത്തെ ഷൊർണൂരിലെത്തിയിട്ട് രാജ്യറാണി അമൃത എക്സ്പ്രസിൽ ഘടിപ്പിച്ചിട്ട് ഒരുമിച്ചാ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് 2-2 അമൃത എക്സ്പ്രസിന് എത്ര കോച്ചാ? 24. വിഘടിപ്പിച്ച രാജ്യറാണിക്ക് എത്ര? 13. ജനറൽ കോച്ച് 1.5. ഞാൻ വെറുതെ പറഞ്ഞില്ല, കണക്കിൽ 1.5 പോലെ തന്നെയാണ്. ഒരു കോച്ച് മുഴുവനും, പിന്നെ ഒരു അര കോച്ച്. ബാക്കി അരയിലാണ് മറ്റേ പറയിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന ആളുണ്ടല്ലോ, ആള് നിൽക്കുന്നത് ബാക്കി അരയിലാണ്. അപ്പൊ ഒരു 2 കോച്ച് കൂടി വേണം. ജനങ്ങൾ ആവശ്യം ഉന്നയിച്ചു. വെൽഫെയർ പാർട്ടിയൊക്കെ വലിയ സമരം നടത്തി, ധാരാളം നിവേദനം കൊടുത്തു. അവസാനം റെയിൽവേ തീരുമാനിച്ചു 2 ജനറൽ കോച്ച് തരാം. സന്തോഷം. ആളുകൾ ആദ്യത്തെ മിനിറ്റിലൊക്കെ പോസ്റ്റ് ഇട്ടു. അടിയിക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് 2 ജനറൽ കോച്ച് തരും, പകരം 2 സ്ലീപ്പറിങ് എടുക്കും. 2 ജനറൽ തരും, അങ്ങനല്ലേ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ. 2 ജനറൽ തരും, പകരം 2 സ്ലീപ്പറിങ് എടുക്കും. നിങ്ങൾ ഇപ്പൊ രാജ്യറാണി കയറി നോക്കിയോ, S1 മുതൽ S6 വരെ ഉള്ളൂ. പിന്നെ 2 കോച്ചിന്
പേപ്പർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് SC1 SC2. കാരണം അതിന്റെ സ്ലീപ്പർ പദവി എടുത്തു കളഞ്ഞു, സ്പെഷ്യൽ കോച്ചായിട്ട് ഇട്ടിരിക്കുക. കണ്ണ് തെറ്റിയാൽ രണ്ടും എടുത്തോണ്ട് പോകും. 2 സീറ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ 72 ഒരു കോച്ചിൽ 144 സീറ്റ് റദ്ദ് ചെയ്യുന്നു. ഇതെന്ത് ന്യായ? 2 ജനറൽ കോച്ച് കൊണ്ടുവരുന്നതിന് 2 സ്ലീപ്പർ റദ്ദ് ചെയ്താൽ ഈ യാത്രക്കാരെന്ത് ചെയ്യൂ? ക്യാൻസർ പേഷ്യന്റ് അടക്കമുള്ളവർ ആശ്രയിക്കുന്ന ഒരു വണ്ടി ചോദിക്കാനാളില്ല, പറയാനാളില്ല, ഒന്നിനുമില്ല. വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ പാലക്കാട് ഡിവിഷൻ മാനേജറെ പോയി കണ്ട് ആ നിമിഷത്തിൽ തന്നെ നിവേദനം കൊടുത്തു. പ്രക്ഷോഭം ഞങ്ങൾ നടത്തും, റെയിൽവേ തടയും തുടങ്ങിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ പറഞ്ഞത് തൽക്കാലത്തേക്ക് എടുക്കുന്നുമില്ല, ഇനി അങ്ങോട്ട് തരുന്നുമില്ല, നിന്നിടത്ത് നിൽക്കട്ടെ. എന്തൊരന്യായമാണ്! എന്താ അടിസ്ഥാന കാരണം? ഈ റെയിൽവേ ലൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലും 13-ൽ കൂടുതൽ കോച്ച് നിർത്തിയിടാനുള്ള മര്യാദക്കുള്ള സ്ഥലമില്ല. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള റെയിൽവേ ലൈന. ബാക്കിയുള്ളിടത്ത് 26-30 കോച്ചുകൾ നിർത്തിയിടാൻ സൗകര്യമുണ്ടാകുമ്പോ മലപ്പുറത്തെ സവിശേഷമായ റെയിൽവേ ലൈൻ എന്താ ഈ 13-ൽ നിർത്തിയിരിക്കുന്നത്? റെയിൽവേയുടെ പൈസ ഇല്ലാഞ്ഞിട്ടാ? കാശില്ലാഞ്ഞിട്ടാ? റെയിൽവേയുടെ എങ്ങനെ പൈസ ഇല്ലെന്നെങ്ങനെ പറഞ്ഞാൽ ഇനി വേറെ ചിലർ പൈസ പിരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പൈസ പിരിച്ചു കൊടുക്കരുത്, സമരം ചെയ്ത് നമ്മൾ ഇത് നേടും എന്നാണ് അത്തരക്കാരോട് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. സമരത്തിന് തയ്യാറായി നിന്നാ മതി, സമരം ചെയ്ത് തന്നെ ഇത് നേടണം. ഈ നിലക്കുള്ള ഭീകരമായ അനീതിയാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, ഒരു കാര്യത്തിൽ അവഗണനയില്ല. എന്താണ്? അതാണ് ഈ ജില്ലക്ക് ഭീകരവാദ തീവ്രവാദ മുദ്ര ചേർത്തുന്നതിൽ മറ്റൊരു ജില്ലയും പരിഗണിച്ചില്ലെങ്കിലും മലപ്പുറം ജില്ലയെ ഒന്നാമതായി പരിഗണിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം വിവാദമായി. എഴുതി കൊടുത്ത ആൾ മാറിപ്പോയതാണെന്ന്, മാറിയ ആൾ എഴുതി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ. ആ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ല ഒരു ഭീകരവാദ കേന്ദ്രമാണ്, NIA-യുടെ സവിശേഷ ശ്രദ്ധ വേണ്ട കേന്ദ്രമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. കൂടെ നിന്ന ഒരു MLA അയാൾ ആരാണ്ട് തല്ലിയപ്പോ അയാളുടെ സ്വത്തും മോഷ്ടിച്ചോണ്ട് പോയത് പിടിച്ചെടുക്കാത്ത പോലീസിനെതിരെ അന്വേഷിച്ചു പോയി. അവസാനം അതിലെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോ ആ വ്യക്തി അടക്കം തീവ്രവാദത്തിന്റെ ഏജന്റാക്കി മാറ്റി. ഈ ജില്ലയെ ഭീകരവാദമാക്കുന്നതിൽ ഒരു ഇളവും ഒരു വീഴ്ചയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല. മലപ്പുറം ജില്ലയിൽ കേസ് കുറവാണ്. കേരളത്തിലെ 13 ജില്ലയിലും കേസ് ധാരാളം. മലപ്പുറം ജില്ലയിൽ കേസില്ല. ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജിത് ദാസിനെ അയച്ചത്. മലപ്പുറത്തുകാർ വിഷമിക്കേണ്ട, കേസിന്റെ എണ്ണം കുറയുന്നില്ല. സുജിത് ദാസിനെ അയച്ചു. എടാ പോയിട്ട് ഒരു FIR വരുന്നതിന് 4 എണ്ണാക്കിട്ടോ. വെറുതെ റോട്ടുമേ നടക്കുന്ന കുട്ടികളെ പിടിച്ചിട്ട് 4 കേസ് വെറുതെ കൊടുക്കൂ. എത്ര പേരാ രക്തസാക്ഷികൾ? താനൂരിലെ താമർ ജഫ്രി, അതേപോലെ തന്നെ എടവണ്ണയിലെ റിസാൻ, അതേപോലെ എത്ര കേസുകളാണ് സുജിത് ദാസ് മലപ്പുറത്തിന് ഉണ്ടാക്കി തന്നത്. അവിടെ ഒരു പക്ഷപാതിത്വമില്ല. ഈ ജില്ലയോടുള്ള മുൻവിധി ഭരണകൂട യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയാണ് പോലീസ് സേന ശ്രമിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ സർക്കാരുകൾ ഇപ്പോൾ സവിശേഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ജില്ലയെ, ഈ ജില്ലയിലെ ജനങ്ങളെ, ഈ ജില്ലയിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, കുഴപ്പക്കാരാണ് എന്ന് സ്ഥാപിക്കുന്ന നിരന്തരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് നിങ്ങൾക്കറിയാം. വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഇലക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടാണത്. മുസ്ലിം ജനവിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇതര മതവിഭാഗങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിദ്ധാന്തത്തിന്റെ രാസശാലയിലാണ് ഈ ഖനീഭവിച്ച മുസ്ലിം വന്നത്. വയനാട്ടിൽ ഖനീഭവിച്ചു എന്ന് പറയുന്നത്, മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തിൽ തീവ്രവാദമുണ്ടെന്ന് പറയുന്നത്, ഇതെല്ലാം ഈ സിദ്ധാന്തത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അത് ഒരു ഭാഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
മലബാറിലെ മുസ്ലിം ജനതയെ തകർത്ത് ഛിന്നഭിന്നമാക്കാൻ CPM ശ്രമിക്കുന്നു. മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ രണ്ട് കഷ്ണമാക്കി മാറ്റാൻ വേണ്ടി CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കി ആ സംഘടനയെ ദുർബലപ്പെടുത്താൻ, അതുവഴി മുസ്ലിം രാഷ്ട്രീയത്തെ തന്നെ ദുർബലപ്പെടുത്താൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാടിനോട്, ഈ പ്രദേശങ്ങളോട് ഒരു മമതയും കാണിച്ചില്ലെങ്കിലും ഈ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, മതപ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന അപകടകരമായ ലൈനുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ CPM നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭം അത്തരം നീക്കങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ കൂടി സമയമായി മാറണം. ദേശീയ തലത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പൂർവ്വകാലം പറഞ്ഞുകൊണ്ടാണ്. ഔറംഗസീബിനെതിരെ യുദ്ധം ചെയ്യുക, ടിപ്പു സുൽത്താനോട് പകവീട്ടുക. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദിയും BJPയും ദേശവ്യാപകമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM എന്താ ചെയ്യുന്നത്? കേരളത്തിലെ CPM മുസ്ലിങ്ങളുടെ ഭാവി പറഞ്ഞുകൊണ്ടാണ്. മോഹനൻ മാഷ് കേട്ടല്ലോ, തളിപ്പറമ്പിൽ CPM-ന്റെ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം സദസ്സിനോട് ചോദിക്കുകയാണ്, സദസ്സിലിരിക്കുന്നവരോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാളി. കണ്ണടച്ചോ? അടച്ചു. ഇനി ഞാൻ പറയുന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യ ഭരിക്കുകയാണെന്ന് സങ്കല്പിച്ചോ? വെറുതെ സങ്കല്പിച്ചാളി. സങ്കല്പിച്ചു. ആരായിരിക്കും അവർ ഇന്ത്യ ഭരിച്ചാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത്? കണ്ണടച്ചിരുന്നവനൊന്നും ഉത്തരം കിട്ടിയില്ല. ഓന്റെ കൺമുമ്പിലൊന്നും അങ്ങനെ ഒരു ഉത്തരവ് വരുന്നില്ല. അപ്പൊ മോഹനൻ മാഷ് തന്നെ മറുപടി, ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക. എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? അപ്പൊ ഭാവിയിൽ മുസ്ലിങ്ങൾ ഭരിക്കാൻ പോകുന്നു. കുഞ്ഞു എന്താണ് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ കേരളം പിടിക്കാൻ പോകുന്നു. മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ധ്രുവീകരണമാണ് വരാൻ പോകുന്നത്. മുസ്ലിങ്ങളുടെ റെപ്രസെന്റേഷൻ ഉള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന സാഹചര്യ നിർമ്മിതിയാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യ നിർമ്മിതി വിജയിച്ചാൽ മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തമുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ചെറുത്തു തോൽപ്പിക്കാൻ മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ നിർബന്ധിതമാക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിജയിക്കാൻ പാടില്ല. ഇത് വിജയിച്ചാൽ കേരളം ഉണ്ടാകില്ല. ഇത് വിജയിച്ചാൽ ഈ അനീതിക്ക് കനം കൂടും. ഇത് വിജയിച്ചാൽ ഈ നാട് വീണ്ടും വീണ്ടും മുറിക്കപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു നിർണായകമായ സമരമാണ്. തൃട്ടേരിറ്റി ആരംഭിച്ചിരിക്കുന്ന ഈ വികസന പോരാട്ടം ഭൗതികമായ വികസനത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ഭരണകൂടങ്ങളെ കീഴടക്കിയിരിക്കുന്ന ഈ സവർണ ബോധം, ഈ വംശീയ ബോധം, ഈ വിദ്വേഷം, വെറുപ്പ്, അതിനെതിരായ പോരാട്ടം കൂടിയാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരമെന്നാണ് ഈ ചരിത്ര സന്ദർഭത്തെ സാക്ഷി നിർത്തി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മലബാറിലെ ജനങ്ങളോട്, സവിശേഷമായി മലപ്പുറത്തെ ജനങ്ങളോട് വെൽഫെയർ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ പ്രവർത്തനമുണ്ടല്ലോ, കേരളത്തിലെ ഭരണകൂടത്തിന്റെയും കേരളത്തിലെ ഭരണ പാർട്ടിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാടിന്റെ ഭാവിക്ക് ഉപകരിക്കപ്പെടുന്നതല്ല. വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ അധികാരത്തിൽ വരണം, മൂന്നാമതും എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഇടുങ്ങിയ മനസ്ഥിതിയിൽ നിന്ന് ഈ നാടിനെ തകർക്കുന്ന നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതനുവദിച്ചു കൊടുത്താൽ നമ്മുടെ ഭാവി തലമുറ നമ്മളെ വിചാരണ ചെയ്യും. ഈ നാടിന്റെ മതനിരപേക്ഷ അടിത്തറ തകരും. ഈ നാടിന്റെ ഐക്യവും കൂട്ടായ്മയും ഇല്ലാതാകും. അത് സംഭവിക്കാതിരിക്കാൻ വളരെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സർക്കാരിനോട്, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട്, വെൽഫെയർ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നടത്തുന്ന ഈ വിദ്വേഷ പ്രവർത്തനമുണ്ടല്ലോ, ആ വിദ്വേഷ പ്രവർത്തനം വിജയിക്കുമെന്ന നിങ്ങളുടെ വ്യാമോഹമുണ്ടല്ലോ, കേരള ജനതയെ അണിനിരത്തി ഞങ്ങളത് ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വിടുകയില്ല. ഞങ്ങൾ നിങ്ങൾ എന്ത് ഭീഷണിയും പെടുത്തിക്കൊള്ളൂ, ഞങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമായി മുദ്ര കുത്തിക്കൊള്ളൂ.
സാക്ഷാൽ പിണറായി വിജയൻ താങ്കൾ മറുവശത്ത് നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം ഞങ്ങൾ നേടുക തന്നെ ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉറപ്പെടുത്താനുള്ളത്. കാരണം ഞങ്ങളുടെ ജയമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ വിജയമല്ല, ഈ നാടിന്റെ വിജയമാണ്. ഈ നാടിനെ തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും സംഘപരിവാറിന്റെ പരീക്ഷണശാലയാക്കി മാറ്റാതിരിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം വിജയിക്കുക എന്നത് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ തെരുവിൽ ഞങ്ങളുണ്ട്. പിണറായി വിജയൻ ഞങ്ങളെ ഒന്ന് പറഞ്ഞാൽ രണ്ടു പറയുന്ന കുട്ടികളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പേടിപ്പിച്ചിട്ട് കീഴടക്കാമെന്ന് തോന്നണ്ട. അങ്ങനെ പേടിപ്പിച്ചാൽ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൂട്ടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മലബാർ സമരവീര്യത്തിന്റെയും പിന്തുടർച്ചയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഈ നാട്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നറിയിച്ചുകൊണ്ട് ജംഷീരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഈ ജില്ലയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമാപനം, അത് ആ സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.